മാതാപിതാക്കൾ 4 ജന്മങ്ങളിലായി പൂജിച്ച ആ പുണ്യവിഗ്രഹം എങ്ങനെയാണ് ഗുരുവായൂരിലെത്തിയത്? ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് പൂജിച്ച ആ അത്ഭുത ചരിത്രം ഇതാ. മാതാപിതാക്കളുടെ കാലശേഷം കൃഷ്ണൻ വിഗ്രഹം ദ്വാരകയിൽ പൂജിച്ചു പോന്നു. ഒടുവിൽ സ്വർഗാരോഹണത്തിന് മുൻപ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു, ദ്വാരക മുങ്ങുമ്പോൾ ഈ വിഗ്രഹം മാത്രം പൊന്തിക്കിടക്കും. അത് നീ ദേവഗുരു ബൃഹസ്പതിയെ ഏൽപ്പിക്കണം. പറഞ്ഞതുപോലെ ദ്വാരക കടലെടുത്തു. തിരമാലകളിൽ ഒഴുകി നടന്ന വിഗ്രഹം എങ്ങനെ എടുക്കുമെന്നറിയാതെ ബൃഹസ്പതി കുഴങ്ങി. അദ്ദേഹം ഉടനെ വായുദേവന്റെ സഹായം തേടി. വായുദേവൻ ആ ദിവ്യ വിഗ്രഹം കരക്കെത്തിച്ചു. തുടർന്ന് പ്രതിഷ്ഠയ്ക്കായി അവർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ഒടുവിൽ പാർവതി പരമേശ്വരന്മാർ ആനന്ദ നൃത്തമാടുന്നത് കണ്ട പുണ്യഭൂമിയിൽ ശിവന്റെ നിർദ്ദേശപ്രകാരം അവർ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാൽ ഈ പുണ്യഭൂമി ഗുരുവായൂർ ആയി. ഇതിന് സാക്ഷിയായ ശിവൻ മമ്മിയൂരിൽ സ്വയംഭൂവായി അവതരിച്ചു.